ഞാൻ 2018 അതായത് ഇതിന് മുമ്പ് നടന്ന RRBJയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള A to Z ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ദെൻ സിവിൽ വരുന്നത് സിവിൽ കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീംസ് BSc സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ 3 ഇയർ ഡ്യൂറേഷൻ, അതാണ് സിവിൽ അലൈഡ് ഗ്രൂപ്പിൽ വരുന്നത്. ഈ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഈ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാട്ടതാ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം? ഇലക്ട്രോണിക്സുകാർക്ക്, ഇൻസ്ട്രുമെൻറ്റേഷൻകാർക്ക്, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRBJE എക്സാമിൻ്റെ ഡേറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂലൈയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ വന്നിട്ടില്ല. മേ ബി ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിട്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. കാരണം ജൂലൈ സെപ്റ്റംബറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കതിന് മുന്നേ RRBJEയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും സംശയങ്ങൾ, പല തരത്തിലുള്ള സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ നമ്മളെടുത്ത് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2018 അതായത് ഇതിന് മുമ്പ് നടന്ന RRBJയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള A to Z ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ നോട്ടിഫിക്കേഷന് സിമിലർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെയായിരിക്കും നെക്സ്റ്റ് ഇനി വരാനിരിക്കുന്ന RRBയുടെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനായിട്ട് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതേപോലെ ആയിരിക്കും ഡേറ്റ്സ് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരു 1 month ടൈമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, അപ്ലിക്കേഷന് വേണ്ടി കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. ആൻഡ് ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ദെൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതായത് നോക്കണം, ഈ എക്സാമിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് RRBJEക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. ഓക്കെ, A3 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഡിസ്റ്റൻസ് വിഷൻ പറഞ്ഞിരിക്കുന്നത് 6/9 ഓർ 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 2D എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പെക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RRBJEക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ A3 പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പവർ ഓഫ് ലെൻസ് നോട്ട് ടു എക്സീഡ് 2D എന്നാണ്. ഈ A3 B1 B2 C1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പോസ്റ്റുകളിൽ പല മെഡിക്കൽ സ്റ്റാൻഡേർഡാണുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ PDF മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അത് ചില പോസ്റ്റിലേക്ക് A3 വേണം, ചില പോസ്റ്റിലേക്ക് B1 വേണം, ചിലതിൽ B2 മതി, ചിലതിൽ C1 മതി. സോ ആ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് B1 B2 C1 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് B1 B2 നമ്മൾ നോക്കുന്ന സമയത്ത് 6/12 പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 4D എന്നാണ് ഈ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാത്തിലും ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ മൈനർ ആയിട്ടുള്ള സർജറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല കേട്ടോ. അതായത് മേജർ ആയിട്ടുള്ളതല്ല ഞാൻ പറയുന്നത്, മൈനർ സർജറീസ്, ചെറിയ ആക്സിഡൻസുകളൊക്കെ സംഭവിച്ച ആളുകൾക്കൊന്നും ഈ RRBJE പോസ്റ്റിലേക്ക് വരുമ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും വരാറില്ല. കൂടുതലായിട്ട് ഇപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒക്കെയാണ് അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിലുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടാവുക. സോ അല്ലാത്ത സമയങ്ങളിൽ ചെറിയ ആക്സിഡൻസുകൾ അല്ലെങ്കിൽ ചെറിയ മൈനർ ഇഞ്ചുറീസ് ഒന്നും RRBJEയുടെ പോസ്റ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. ഓക്കെ, ദെൻ നമുക്ക് മുന്നോട്ട് പോവാം. ദെൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 to 33 ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇതേ ഏജ് ലിമിറ്റ് തന്നെ വരാനാണ് സാധ്യത. 18 to 33 വയസ്സ് തന്നെയായിരിക്കും വരാൻ സാധ്യത. അതിൽ തന്നെ റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ, OBCക്ക് 3 വർഷത്തേതുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതായത് OBC കാറ്റഗറിയിൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 38 വയസ്സ് വരെയുള്ളവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു പക്ഷേ കൊറോണ കാരണം നിങ്ങൾക്കൊരു പക്ഷേ ഏജ് റിലാക്സേഷൻ തന്നേക്കാം എന്നൊരു സാധ്യതയുണ്ട്. അത് ഞാൻ കൺഫേം ആയിട്ട് പറയല്ല, കാരണം RRBയുടെ ALPയുടെ കേസിലൊക്കെ അങ്ങനെ ഒരു റിലാക്സേഷൻ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ വന്നേക്കാം, നോട്ട് ഷുവർ. നിലവിൽ എന്താണ് 18 to 33 തന്നെയാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നാലേ കൊറോണ കാരണം എന്തെങ്കിലും റിലാക്സേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിവേ 33 വയസ്സ് വരെയുള്ളവരാണ് ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. 36 വയസ്സ് വരെയാണ് OBC കാറ്റഗറിയിൽ, 38 ആണ് SC ST കാറ്റഗറിയിലും വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അതാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ ഇതൊക്കെ എക്സ് സർവീസ്മാനെ കുറിച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഡിസബിലിറ്റീസിൻ്റെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി പ്രോസസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എക്സാംസിൻ്റെ സ്റ്റേജസ്, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. ഫസ്റ്റ് സ്റ്റേജിൽ 100 ക്വസ്റ്റ്യനാണ്, 90 മിനിറ്റ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 90 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ആ രീതിയിലാണ് എക്സാം വരുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 150 150 ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. 2 അവർ ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇത് നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് CBT 2ൻ്റെ ടോപ്പിക്സുകൾ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് എക്സാംസ് ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഏതെല്ലാം മെക്കാനിക്കൽ എക്സാം ഗ്രൂപ്പിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീൻ എഞ്ചിനീയറിംഗ്, അതേപോലെ ടൂൾസ് ആൻഡ് മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബവ് ഡിസിപ്ലിൻ. ഇതെല്ലാം ഏത് സ്ട്രീമിലാണ് വരിക? മെക്കാനിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗിലായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ, അതിലാണ് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിൽ വരുന്നുണ്ടാവുക. ദെൻ ഇലക്ട്രോണിക്സിൽ വരുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സബ് സ്ട്രീംസ്. ഇതൊക്കെ ഇലക്ട്രോണിക്സ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിലാണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. ഓക്കെ. ദെൻ സിവിൽ വരുന്നത് സിവിൽ, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ്, BSc സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ 3 ഇയർ ഡ്യൂറേഷൻ, അതാണ് സിവിൽ അലൈഡ് ഗ്രൂപ്പിൽ വരുന്നത്. ദെൻ പ്രിൻറ്റിംഗ് ടെക്നോളജി, അത് പ്രിൻറ്റിംഗ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. CMA ആണെങ്കിൽ CMA ഗ്രൂപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSc കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. അതിൽ BE ഓർ BTech കമ്പ്യൂട്ടർ സയൻസ്, BE or BTech ഇൻഫർമേഷൻ ടെക്നോളജി, PGDCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, ഇതെല്ലാം എവിടെ വന്നിട്ടുണ്ട്? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ. ഈ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഈ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാട്ടതാ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം? ഇലക്ട്രോണിക്സുകാർക്ക്, ഇൻസ്ട്രുമെൻറ്റേഷൻകാർക്ക്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്ക് ഇലക്ട്രോണിക്സ് അലൈഡ് എഞ്ചിനീയറിംഗിൽ എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നത് എന്നാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ. ദെൻ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു നോർമലൈസേഷൻ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. നോർമലൈസേഷൻ പ്രോസസ്സ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് എന്തിനാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പല ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് എത്ര വരും, കട്ട് ഓഫ് എന്തായിരിക്കും, ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എക്സാമിൻ്റെ ഡിഫിക്കൽട്ടിക്ക് അനുസരിച്ചിട്ട് ഒരുപാട് ഷിഫ്റ്റിലാണല്ലോ ഈ എക്സാം നടക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നോർമലൈസേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള എക്സാം ആണെങ്കിൽ എല്ലാ ആളുകൾക്കും നല്ല മാർക്ക് ഉണ്ടാവും. എന്നാൽ ഒരു ദിവസം നടക്കുന്ന എക്സാം ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ എല്ലാവരും മാർക്ക് കുറവായിരിക്കും. അപ്പോൾ അവിടെ ഒരു പാർഷ്വാലിറ്റി വന്നിട്ടുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചില ഫോർമുലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഫോർമുലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് സ്റ്റാൻഡർഡൈസ് ചെയ്യും. സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡിഫിക്കൽട്ടായിട്ട് നടന്ന പരീക്ഷയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് കൂടും, ഈസി ആയിട്ട് എക്സാം എഴുതിയ ആളുകളുടെ മാർക്ക് കുറയുകയും ചെയ്യും. അത് രണ്ടോട് ബാലൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നോർമലൈസേഷൻ നടക്കുന്നത്. സോ നോർമലൈസേഷൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒരു ഈസി ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ എത്രയോ ഹൈ ആയിട്ടുള്ള മാർക്ക് വാങ്ങിയാൽ പോലും നോർമൽ മാർക്കിലേക്ക് വരികയുള്ളൂ. അതേപോലെ ടഫായിട്ടുള്ള എക്സാം വന്ന് നിങ്ങൾ പാനിക് ആവേണ്ട. അറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ മാക്സിമം എഴുതാൻ, നെഗറ്റീവ് ഒക്കെ കുറയ്ക്കാൻ നോക്കുക. ബിക്കോസ് നിങ്ങളുടെ മാർക്ക് നോർമലൈസേഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കൂടാനുള്ള ചാൻസും അവിടെയുണ്ട്. ഓക്കെ. സോ ഒരു പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ടല്ലോ. അതാണ് നോർമലൈസേഷൻ ഉപയോഗിച്ച ഫോർമുലയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വെബ്സൈറ്റിലൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് കാര്യങ്ങൾ ഞാൻ ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്. ദെൻ സ്പെസിഫിക്കേഷൻ ഓഫ് ഫോട്ടോഗ്രാഫ്, അതേപോലെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദെൻ ആപ്ലിക്കേഷൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കോൾ ലെറ്ററിനെ കുറിച്ച്, അതായത് അഡ്മിഷൻ ടിക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനില്ല. ദെൻ ഡിഫറൻ്റ് ആയിട്ടുള്ള RRB സോൺസ്, അഹമ്മദാബാദ്, അജ്മീർ, അലഹാബാദ്, ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗോരഖ്പൂർ, അങ്ങനെ എല്ലാ RRBയുടെയും അവിടുത്തെ RRBയുടെ വെബ്സൈറ്റും അതേപോലെ തന്നെ ഫോൺ നമ്പറും ഒക്കെ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ.
ദെൻ ഡിസബിലിറ്റിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പല പല സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ OBC സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് റെയിൽവേ സ്പെസിഫൈ ചെയ്ത അതേ ഒരു ഫോർമാറ്റ് തന്നെ എടുക്കാൻ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. സോ ആ ഒരു ഫോർമാറ്റും അവരെന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ OBC സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. ഇനി RRBയുടെ ALP എക്സാമിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഏതെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ, കാരണം അതേ ഫോർമാറ്റിനാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, യെസ്. ദെൻ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സ് ആണ് കേട്ടോ. യെസ്. നെക്സ്റ്റ് അടുത്ത സിലബസ് ആണ്, ഓരോ കാറ്റഗറിയിൽ വരുന്ന സിലബസ്. അപ്പോൾ ഞാൻ ആ സിലബസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം സിലബസ് നമ്മൾ ഓരോ ബ്രാഞ്ചസിൻ്റെയും സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പല പല വീഡിയോസ് ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ PDF വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. RRB JEE നോട്ടിഫിക്കേഷൻ 2018 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു PDF കിട്ടും. അതല്ല PDF നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എൻട്രിയുടെ RRBയുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ PDF ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ കാറ്റഗറിയിൽ വരുന്ന സിലബസ് ആട്ടോ. ഇലക്ട്രിക്കലിൻ്റെ സിലബസ് ആണ്, അതേപോലെ മെക്കാനിക്കലിൻ്റെ സിലബസ് ആണ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ് ആണ്, പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ സിലബസ് ആണ്, CMA ഗ്രൂപ്പിൻ്റെ സിലബസ്. അപ്പോൾ സിലബസ് കൊടുത്തിട്ടുണ്ട്. ദെൻ എഗെയിൻ അടുത്ത് നോക്കിക്കോളൂ. ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓരോ പോസ്റ്റുകളെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നോക്കിയേ, ജൂനിയർ എഞ്ചിനീയർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ബ്രിഡ്ജിലാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതാണ്, A3 പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ അത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും, സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണിത് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം സിവിലിൻ്റെതാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ നോക്കിയേ, A3 ഉണ്ട്, C1 ഉണ്ട്, A3 C1 A3 C1 B2 B1 C1 B1 B1 C1 പല പല കാറ്റഗറീസ് ഉണ്ട് അല്ലേ. അതായത് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻസീസ് ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ നിങ്ങളുടെ ലെൻസിൻ്റെ പവറിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറീസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാം, പ്രൊഡക്ഷൻ കഴിഞ്ഞവർക്ക് ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സ്ട്രീംസ്, ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത്. A3 ആണ് അതിൻ്റെ എന്ത് പറഞ്ഞിരിക്കുന്നത്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വേറെയുള്ള ബ്രാഞ്ചസ് നോക്കിയാൽ B1 C1 B1 A3 C1 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 ഒരുപാട് C1 പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. C1 പോസ്റ്റുകളിലാണ് ഒരുപാട് വേക്കൻസീസ് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരോ സബ് കാറ്റഗറി ഉണ്ട് കേട്ടോ. ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ഉണ്ട്, അതേപോലെ തന്നെ മെക്കാനിക്കൽ കാരിയേജ് ഉണ്ട്, അങ്ങനെ പല പല വർക്ക്ഷോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ പല പല കാറ്റഗറീസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, JEE പോസ്റ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏറ്റവും പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും വർക്ക് നമുക്ക് ഏറ്റവും എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള RRB JEE പോസ്റ്റ് ഏതാണെന്നൊക്കെ സെലക്ട് ചെയ്യാനുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്കത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. നോട്ടിഫിക്കേഷൻ റിലീസ്ഡ് നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ. യെസ്. ഇനി ഓരോ സ്ഥലത്തുള്ള വേക്കൻസീസും ഇതുപോലെ സ്പെസിഫൈ ചെയ്യും കേട്ടോ. കാറ്റഗറി വൈസ് തന്നെ വേക്കൻസി ഉണ്ടാവും. അൺറിസർവ്ഡ്, SC ST OBC എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് കാറ്റഗറി അനുസരിച്ചിട്ടുള്ള വേക്കൻസീസ് തരും. സോ ആ വേക്കൻസി ഒക്കെ നോക്കി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. സോ ആ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യാം. പിന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുള്ളത് അവിടെ തന്നെ എല്ലാ കാലവും വർക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ്. മോസ്റ്റ് പ്രോബബിളി നിങ്ങൾ അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങൾ ഏത് സോണാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം അവിടെ നിന്ന് ട്രാൻസ്ഫർ ആവാൻ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ 5 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയതിന് ശേഷം ഓപ്പൺ ട്രാൻസ്ഫർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താലും വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ട്രാൻസ്ഫർ ആയാലും നിങ്ങളുടെ എല്ലാ സീനിയോറിറ്റിയും നഷ്ടപ്പെടും എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയ പ്രശ്നം. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിലേക്ക് വരണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് വില്ലിങ് ആവണം. സോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ കാര്യം മൈൻഡിൽ വേണം. ട്രാൻസ്ഫർ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ. യെസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ടോട്ടൽ വേക്കൻസി ഒക്കെ നമുക്ക് നോക്കി നോക്കാം എത്ര വന്നിട്ടുണ്ടെന്ന്. സോ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്, ലെറ്റ് us see ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ്. ഇതൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ എണ്ണാണ് കേട്ടോ. ഓക്കെ.
ടോട്ടൽ 13,487 കേട്ടോ. 13,487 കേട്ടോ. 13,487 ആണ് കഴിഞ്ഞ തവണത്തത്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ 7,346 ആണ് അല്ലേ. 7,346 ആണ് ഇത്തവണ വന്നിരിക്കുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത്. കുറവാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, ഇയർലി ആണ് എക്സാം നടത്താൻ പോകുന്നത്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ നമ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, സ്റ്റിൽ അതൊരു ബിഗ് നമ്പർ തന്നെയാണ് കേട്ടോ. യെസ്. അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാൻ നോട്ടിഫിക്കേഷൻ വളരെ ക്വിക്കായിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യേണ്ട രീതി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇതേ പാറ്റേണിൽ തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ RRB JEEക്ക് നിങ്ങൾക്ക് ചെറിയൊരു ഡിലേ എക്സാമുമായി ബന്ധപ്പെട്ട് വന്നിട്ട്, അതായത് നോട്ടിഫിക്കേഷൻ നമ്മൾ ജൂലൈയിൽ പ്രതീക്ഷിച്ചത് ജൂലൈയിൽ വന്നിട്ടില്ല എന്ന് കരുതി അതിനൊരു നെഗറ്റീവായിട്ട് ഒരാളും കാണരുത്. കാരണം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഡിലേ എങ്കിലും ഈ എക്സാമിൽ വന്നു കഴിഞ്ഞാൽ അത്രയും അധികം സമയം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ എക്സാമുകൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ പ്രാക്ടീസ് ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. നമ്മളെപ്പോഴും നോട്ടിഫിക്കേഷൻ വരാനായാലോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് തിരുത്തി കുറിക്കണം. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറഞ്ഞിരിക്കുന്ന എക്സാം സ്റ്റഡി ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. സോ RRB JEE എക്സാം ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഏറ്റവും മികച്ച അധ്യാപകരുടെ കീഴിൽ മികച്ച രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ RRB JEEയുടെ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പുതിയ RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യാൻ അത് CBT 1ൻ്റെ ക്ലാസ്സും CBT 2ൻ്റെ ക്ലാസ്സും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കംപ്ലീറ്റ് സിലബസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ദെൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ സൈറ്റിൽ പോയാൽ കഴിഞ്ഞ് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.